സോ ഫൈനലി ഇതായിരുന്നു ഞങ്ങളുടെ മനസ്സിലെ പാരീസ് അല്ലേ. സോ വി ഗോട്ട് ദാറ്റ് ഹിയർ. നമ്മളെ കണ്ടിട്ട് 1.5 വർഷമായി ഇപ്പോൾ. സോ ഈവനിങ് അവൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്നുണ്ട് ഞങ്ങളെ കാണാൻ. ഐ ആം ഗെറ്റിംഗ് ലവ് വിത്ത് പാരീസ്. ഇറ്റ്സ് സോ നൈസ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞങ്ങളൊരു 1 ഡേ ട്രിപ്പ് പാരീസിലോട്ട് പോവാ കേട്ടോ. അല്ലേ, എല്ലാവരുടെയും ഡ്രീം ഡെസ്റ്റിനേഷൻ ഐഫിൽ ടവർ കാണാനായിട്ട് പോവാ ഞങ്ങള്. ജസ്റ്റ് 1 ഡേ ട്രിപ്പ്. അതെ, 1 ഡേ ട്രിപ്പ്. നൈറ്റ് ബസ്സിൽ കയറിയിട്ട് നമ്മൾ പിറ്റേന്ന് തന്നെ നാളെ നൈറ്റ് ബസ്സിൽ റിട്ടേൺ. അതെ, ഞങ്ങൾ ഇവിടെ വിക്ടോറിയ സ്റ്റേഷനിൽ, ലണ്ടനിൽ നമ്മുടെ വിക്ടോറിയ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ ഇന്ന് ബസ്സിൽ ഫ്ലിക്സ് ബസ്സിനാണ് നമ്മൾ പോകുന്നത്. ഫ്ലിക്സ് ബസ്സിൽ പോയിട്ട് നമ്മൾ മോർണിംഗ് പാരീസിലെത്തും. പിന്നെ ഈ ട്രിപ്പിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇസു ഇല്ലാത്ത ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പാണ്. അതെ, ഇസു വന്നിട്ട് ഇസു ഇല്ലാത്ത ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പാണ്. ഞാൻ കുറച്ച് മിസ് ചെയ്യുന്നുണ്ട് ആക്ച്വലി ഇസുവിനെ. നീ മിസ് ചെയ്യുന്നുണ്ട് ഇസുവിനെ? മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും. ഇവിടുന്ന് പാരീസിലോട്ട് മാത്രമല്ല കേട്ടോ, ആംസ്റ്റർഡാം, ബെൽജിയം ഒക്കെ ബസ് സർവീസ് ഉണ്ട്. അതായത് വിക്ടോറിയ സ്റ്റേഷനിലെ കോച്ചസ് അങ്ങോട്ട് ആംസ്റ്റർഡാം അല്ലേ. ഓക്കെ. അപ്പോൾ ലണ്ടൻ മലയാളി ഫാമിലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഞങ്ങൾ ബസ്സിൽ കയറി സെറ്റായി കേട്ടോ. ഞങ്ങൾ ബസ്സിൽ കയറി, ആൾക്കാരൊക്കെ കയറുന്നു. വീട്ടിൽ നിന്ന് പഴംപൊരി ഉമ്മ പൊരിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾക്ക് തന്നു കേട്ടെ. നല്ല വിശക്കുന്നു. അപ്പോൾ ഞങ്ങൾ പഴംപൊരിയിലെ പാരീസ് ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചല്ലേ ഷാനു? ഞങ്ങൾ പഴംപൊരി കഴിക്കട്ടെ. ഞങ്ങളിതാ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് പാസ്പോർട്ട് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി വീണ്ടും ഞങ്ങൾ ബസ്സിൽ കയറും. എന്നിട്ട് ബസ് കുറച്ച് കഴിഞ്ഞിട്ട് ഫെറിയിൽ കയറും. ഫെറിയിൽ നമ്മൾ 2-3 hours ഉണ്ടായിരിക്കും അല്ലേ. അതെ, ഇവിടെ നമ്മൾ പാസ്പോർട്ട് ചെക്കിംഗ് ഒക്കെ ഇവരിവിടെ ചെക്ക് ചെയ്യും കേട്ടോ. ഒരു ഫ്രാൻസിൻ്റെ ഒരു പാസ്പോർട്ട് കൺട്രോൾ പോലെ, ഇമിഗ്രേഷൻ പോലെ. അങ്ങനെ ഞങ്ങൾ ബസ് ഇതാ, അത് കഴിഞ്ഞിട്ട് എഗെയിൻ ഞങ്ങൾ ബസ്സിൽ കയറും. ഞങ്ങളങ്ങനെ ഫെറിയിൽ കയറി കേട്ടോ. ബസ് പാർക്ക് ചെയ്തിട്ട്, ബസ് ലോവർ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ലിഫ്റ്റ് ത്രൂ ഇവിടെ വന്നു ഡെക്കിൽ. അങ്ങനെ ഇതിന് ഡെക്ക് എന്നാണ് കേട്ടോ പറയുന്നത്. ഓരോ നമ്പർ ഓഫ് ഡെക്സ് ഉണ്ട്. ലൈക്ക് നമ്പേഴ്സ് അവരിങ്ങനെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അലോക്കേറ്റിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. അപ്പോൾ അപ്പർ ഡെക്കിലാണ് നമ്മളുള്ളത്. 2 അപ്പർ ഡെക്കിൽ ആണ് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്നത്. പിന്നെ ലോവർ ഡെക്കിൽ പാർക്കിംഗ് ആണുള്ളത്. അതെ, ഒരു ഹോട്ടലിൻ്റെ സെറ്റപ്പ് പോലെ തന്നെ. അകത്ത് കയറുമ്പോൾ നമുക്ക് ഫെറിയാണ്, ഷിപ്പാണെന്ന് ഫീലേ വരത്തില്ല ആ ഒരു ഇതിൽ. ഇനി നല്ല ടയർഡല്ല ആക്ച്വലി, നല്ല ഉറക്കം വരുന്നത്. ഉറങ്ങലൊക്കെ നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ ഹോട്ടൽ പോലത്തെ സെറ്റപ്പല്ലേ കാണിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കലാണ് ചെയ്യുന്നത്. കുറച്ചൊക്കെ മിക്കവാറും കിടക്കും. ഞങ്ങൾ ജസ്റ്റ് ഔട്ട്സൈഡ് ഡക്കിൽ വന്നു കേട്ടോ. മൂവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, ചെറുതായിട്ട് മൂവ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. സ്മോക്കിംഗ് ചെയ്യാം, ഇവിടെ ഒന്ന് സ്മോക്ക് ചെയ്യാം. റെയിനിങ് ഉണ്ട് കേട്ടോ, മഴ പെയ്യുന്നുണ്ടോ? മോർണിംഗ് ആണെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ. ടീ കോഫിയൊക്കെ വന്ന് ഇവിടെ കുടിക്കാം. സ്മോക്ക് ചെയ്യുന്നവർക്ക് സ്മോക്ക് ചെയ്യാം. മഴ പെയ്യുന്നു, ചാറ്റലുണ്ട്. സീരിയസ് ആയിട്ട് കൊള്ളാല്ലേ. ഉറങ്ങിയിരുന്ന ഞാൻ വൈബ് കേട്ടപ്പോഴത്തേക്കും. സോ നൈസ്, യു ക്യാൻ ഗോ ദേർ. വേറൊരു ഫെറി ഉണ്ടോ, വേറൊരു ഷിപ്പ്. അതിങ്ങനെ ബാക്കിലോട്ട് എടുക്കുന്നുണ്ടോ? ബാക്കിലോട്ട് എടുക്കും. അത് വന്നതേ ഉള്ളൂ ഒന്ന് കേട്ടോ. അതാണ് മൂവ് ചെയ്യുന്നത്, നമ്മുടെ അല്ല മൂവ് ചെയ്യുന്നത്. ശരിക്കും. പക്ഷെ നമ്മൾ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയത് അതെ. ഓരോ ഡെക്സ് ഉണ്ട് കേട്ടോ. അതായത് ഡെക്സ് അല്ല, ഡോവേഴ്സ്. ഓരോ ഡോവറിൽ ഓരോ ഷിപ്പാണ് പാർക്ക് ചെയ്തേക്കുന്നത് അല്ലേ. 6 AM ആയിട്ട് ഞങ്ങളിവിടെ പാരീസിൽ റീച്ച് ചെയ്തു. ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ നിന്ന് ഇറങ്ങിയ പാട് ഇതാ വ്യൂ. ഒരു പാർക്കിലാണ് അല്ലേ.
ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ്സ് വാക്ക് ചെയ്തിട്ട് നമ്മൾ മെട്രോ സ്റ്റേഷനിലോട്ട് നടക്കുക. നേരം വെളുത്തിട്ടില്ല കേട്ടോ നല്ലപോലെ. 6 AM ഞങ്ങൾ വിചാരിച്ച് കുറച്ച് നേരമൊക്കെ നല്ലപോലെ വെളുക്കുന്നു. ഒരു ഹാഫ് ആൻ അവർ 1 അവർ എടുക്കുമ്പോഴേ നന്നായിട്ട് നേരമൊക്കെ വെളുത്ത് വരുള്ളൂ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിതാ ഇങ്ങനെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ നടക്കുക. ഒരു ബ്രിഡ്ജിൽ കൂടെ കയറി ഞങ്ങൾ ക്രോസ് ചെയ്യുക. ശരിക്കും ഒരു തടിയൊക്കെ ഇങ്ങനെ ഫ്ലോറിങ് ചെയ്തിട്ട് നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാലം. നിങ്ങൾ കണ്ടോ ഇത്? അത് ഷോ യു ദ വ്യൂ. തടി വെച്ചിട്ട് ഇങ്ങനെ ഫ്ലോറിങ് ചെയ്തിട്ട് രസമുണ്ട്. ഇവിടെ നിന്നൊരു 1 അവർ ഉണ്ട് കേട്ടോ. നമ്മൾ ഈഫിൽ ടവറിലേക്ക് ഇവിടെ നിന്ന് അറൗണ്ട് ഒരു 1 അവർ എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുക. അപ്പോൾ ബൈ മെട്രോ നമ്മൾ അങ്ങോട്ട് പോവും. കുറച്ച് കഴിഞ്ഞിട്ട് നേരമൊക്കെ നന്നായിട്ടൊന്ന് വെളുത്തിട്ട് ഞങ്ങളിവിടെ മെട്രോ സ്റ്റേഷനിൽ എത്തി കേട്ടോ. എന്നിട്ട് ഞങ്ങളിവിടെ മിഷനിൽ നിന്ന് നമ്മുടെ ഡേ പാസ് എടുത്ത്, ഇറ്റ്സ് കോൾഡ് നവിഗോ പാസ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഡേ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. ഒരു ഡേ വന്നിട്ട് 12 യൂറോ പ്ലസ് ഈ കാർഡിൻ്റെ ഒരു 2 യൂറോ. അതെ അതെ. ഇങ്ങനെ മെഷീൻസ് ഉണ്ട് മെട്രോയുടെ അടുത്ത്, അവിടെ നമുക്ക് എടുക്കാവുന്നതാണ്. ഞങ്ങളങ്ങനെ മെട്രോ കയറി ബിർഹക്കി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിൽ ഇതാ ഇറങ്ങി. ലുക്ക് ഗൈസ്, സോ യെസ്, ഇവിടെയാണ് ഐഫിൽ ടവർ കാണാൻ പറ്റുക. ഞങ്ങളുടെ ബാക്കിൽ കണ്ടോ, ഞങ്ങൾ പെട്ടെന്ന് ഐഫിൽ ടവർ കണ്ടുപോയി കേട്ടോ. ഞങ്ങൾ ഇറങ്ങി നടന്നിങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഐഫിൽ ടവർ വളരെ യാദൃച്ഛികമായി കണ്ടു. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയത്തില്ലേ, അതങ്ങോട്ട് ഒത്തില്ല എനിക്ക്. അത് പെട്ടെന്ന് ചിലപ്പോൾ കണ്ടതുകൊണ്ടായിരിക്കും. ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് നടന്നു പോട്ടെ. അത് നമുക്ക് തോന്നുന്നേ, അങ്ങനെ അഴുക്ക് പിടിച്ചിട്ടൊന്നും ഇരിക്കുന്നില്ല. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. ഇതിപ്പോൾ എനിക്ക് മാത്രമല്ല, ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ രസമുണ്ട് കേട്ടോ. രസമല്ല, സിറ്റി ഞങ്ങൾ അടുത്തോട്ട് വരുമ്പോഴാട്ടോ അതിൻ്റെ ഒരു വലിപ്പവും ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ വ്യൂ ഗായ്സ്. മോർണിംഗ് ഭയങ്കര തിരക്കൊന്നും ഇല്ലാത്ത സമയം. അതെ അതെ, ഈവനിങ്ങിലെ വ്യൂ എൻ്റർലി ഡിഫറെൻ്റ് ആണെന്നാണ് പറയുന്നത്. അത് രണ്ടും എക്സ്പീരിയൻസ് ചെയ്യണം. രാവിലെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾ മാത്രമല്ല. അതെ അതെ, പോയിന്റ്സ് ഉണ്ട്, അവിടെ പോയിട്ട് വേണം എടുക്കാനും. ഞങ്ങളിവിടെ ഒരു കഫേയിൽ കയറി കോഫിയൊക്കെ ഓർഡർ ചെയ്തു. താങ്ക് യു. യെസ്, ഫോമി ക്യാപ്പച്ചിനോ, ക്രോസൻ്റ് ഓൾസോ. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ അല്ല കേട്ടോ. അതായത് തണുപ്പുണ്ട് നല്ല. ഞാൻ ജാക്കറ്റ് എടുക്കാതെ ഇറങ്ങാൻ പോയത്. ഷാനു പറഞ്ഞ് നീ ഒരു ചെറിയ ജാക്കറ്റെങ്കിലും എടുത്തോ അല്ലേ. ഞാനിവിടെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ജാക്കറ്റ് ഊരാൻ പറ്റിയിട്ടില്ല. നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ വന്ന് ഇറങ്ങിയ ടൈമിൽ നല്ല തണുപ്പായിരുന്നു. സോ ഞങ്ങൾ കോഫി കുടിക്കട്ടെ. നല്ല മഴയാട്ടോ. ചാറ്റിൽ മഴ ഉണ്ടോ നിങ്ങൾ? ഞങ്ങൾ വന്ന ടൈമിൽ മഴ ഞങ്ങൾ കോഫി കുടിച്ചിട്ട് ഇറങ്ങിയപ്പോഴേക്കും മഴ പെയ്തു. ഇതിന് തൊട്ട് ബാക്കിലാട്ടോ ഐഫിൽ ടവർ. ഞങ്ങൾ ജസ്റ്റ് അങ്ങോട്ടൊന്ന് നടക്കട്ടെ. മഴയൊന്ന് കുറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. മഴ മീൻസ് എനിക്ക് ആ ഒരു വ്യൂ, അടുത്തു നിന്നുള്ള വ്യൂ ശരിക്കും ആ സണ്ണി വ്യൂവിൽ കാണണമെന്നായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. കണ്ടോ നിങ്ങൾ ഒളിച്ചു നിൽക്കുന്ന ഐഫിൽ ടവറിനെ കണ്ടോ? ഐ വിൽ ഷോ യു.
യെസ് യെസ്. ലിഫ്റ്റ് ഉണ്ടല്ലേ, അത് മേളിൽ പോവാം നമുക്കത്. മഴയൊന്ന് കുറയട്ടെ, കാരണം മഴ കുറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ വെയിറ്റ് ചെയ്യുക. മഴയൊന്ന് കുറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. മഴ കുറയാൻ മീൻസ് ചെറിയ ചാറ്റിലേ ഉള്ളൂ. പക്ഷെ എനിക്ക് കുറച്ച് ഇങ്ങനെ ഫസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ഇതിൽ കാണണം. പക്ഷെ സണ്ണിൽ കാണാൻ ഇന്നിന് സണ്ണ് വരലുണ്ടാവില്ല അല്ലേ. ഇത് നോക്കിയപ്പോൾ ഇന്ന് ഫുള്ള് മഴയാണ് കാണിക്കുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ മഴ ഉണ്ടാവില്ല. നമ്മള് ലാസ്റ്റ് ടൈം ഒക്കെ പോയടത്തൊക്കെ മഴയാ കാണിച്ചു, പക്ഷെ എല്ലാം സണ്ണായിരുന്നു. പ്രാർത്ഥിക്കോ എങ്ങനെയെങ്കിലും. ഞങ്ങളിതാ അങ്ങനെ മഴ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, മഴ ചാറ്റിൽ കുറയുന്നില്ല. സോ ഞങ്ങളിവിടെ വന്നു, ഐഫിൽ ടവറൊക്കെ എൻജോയ് ചെയ്തു. ഞങ്ങൾ നൈറ്റിൽ വരുന്നുണ്ട്, കാരണം ഡേയിലെ വ്യൂ എന്നെ അങ്ങോട്ട് ഇമ്പ്രസ് ചെയ്യിച്ചിട്ടില്ല അല്ലേ നമ്മളെ. അപ്പം നൈറ്റ് ഞങ്ങൾ വീണ്ടും കാണാൻ വരുന്നുണ്ട് കേട്ടോ. അതെ, റെയിനിയും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷെ ആൾക്കാരൊക്കെ ഇതുണ്ടോ, ക്യൂ ആയി തുടങ്ങി കാണാനൊക്കെ. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കണ്ടോ ഒരു ലോങ് ക്യൂ ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് രാത്രി വരാൻ കേട്ടോ ഇവിടെ വൺസ് അഗൈൻ. അതെ, ഞങ്ങൾ മഴയായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു കുടയൊക്കെ വാങ്ങി കണ്ടോ. ഞങ്ങളുടെ കുടയൊക്കെ ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത്. ഐഫിൽ ടവർ ബൈ ബൈ. ഞങ്ങൾ വൈകിട്ട് വരുന്നുണ്ട് കേട്ടോ നൈറ്റ് വ്യൂ കാണാനായിട്ട്. ഇത്രയും കണ്ട് ഇപ്പോൾ 10 o'clock ആവാൻ പോകുന്നല്ലേ. പാരീസ് കണ്ടതിൽ ഞങ്ങൾ ഏർലി മോർണിംഗ് ഇവിടെ എത്തി. അപ്പോൾ സിറ്റി വൈബൊന്നും ആയി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഒരു അത്ര ഭയങ്കര സെറ്റപ്പൊന്നും അല്ല, പക്ഷേ ഒരു നൈസ് ഒരു ഇത്. പിന്നെ കുറച്ചുകൂടെ ഐഫിൽ ടവറിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ നൈറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ഇതുണ്ടല്ലോ, നമ്മൾ രണ്ടുപേരും എക്സ്പെക്ട് ചെയ്ത് അങ്ങനെ ആയിരിക്കും. അതായത് ചെറുതിലേ തൊട്ടിട്ട് ഐഫിൽ ടവർ എന്ന് പറയുമ്പോൾ മനസ്സിലുണ്ടായിരുന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ആ ഒരു ഇത് എനിക്ക് ഈ മൊമെൻ്റ് വരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഞാനത് വീണ്ടും പ്രതീക്ഷിക്കുന്നു. രാത്രിയിൽ ഞാൻ ഐഫിൽ ടവറിനോട് പറഞ്ഞിട്ടൊക്കെ വന്നേക്കുന്നത് ഭയങ്കര സുന്ദരിയായിട്ട് നിൽക്കുന്നതെന്ന് രാത്രിയിൽ. കാരണം എനിക്ക് ആ ഒരു ഇത് എൻ്റെ മൈൻഡിൽ കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു നിരാശയായിരിക്കും. സോ ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലേ നമുക്ക് രാത്രിയിൽ ആ ഒരു വ്യൂ കിട്ടുമെന്ന്. ഞാൻ സിറ്റി വ്യൂ കാണിച്ചു തരാം കേട്ടോ. പാരീസ് സിറ്റി വ്യൂ ഐഫിൽ ടവറിൻ്റെ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റുള്ള വ്യൂ ദാ ഇങ്ങനെയാണ്. ഞങ്ങൾ വീണ്ടും നടന്നിട്ട് മെട്രോയിലേക്ക് പോവുക. ഇന്ന് ഫുൾ ഡേ ചെറുതായിട്ടുള്ള മഴയാണെന്നാണ് കാണിക്കുന്നത്. എനിവേ നമുക്ക് നോക്കാം. എൻ്റെ മനസ്സിലുള്ള ഒരു ഐഫിൽ ടവർ എങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ. അതായത് ചെറുതിലേ തൊട്ടിട്ട് എൻ്റെ മൈൻഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബ്രൈഡായിട്ട് ഒരുങ്ങി നിൽക്കത്തില്ലേ കല്യാണത്തിന്, ഒരു ശരിക്കും ഗോൾഡൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആ ഒരു കോൺസെപ്റ്റ് ഞാൻ എൻ്റെ മൈൻഡിൽ കണ്ടിട്ടുള്ള ഐഫിൽ ടവർ അങ്ങനെ ആ ഒരു ഇതാണ് കേട്ടോ. അപ്പം ഞാൻ നൈറ്റ് വ്യൂവിൽ മാത്രമല്ല ഡേയിലും ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ അല്ല ആ ഒരു ഇതില്ല മെറ്റീരിയൽ കുറച്ചും കൂടെ ഷൈനിങ് മെറ്റീരിയലൊക്കെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു കേട്ടോ. പക്ഷെ അതല്ല, അങ്ങനെ അല്ല. ഇനി നമുക്ക് നൈറ്റിൽ നോക്കാം. ഞാൻ ശരിക്കും ഇതാണ് എക്സൈറ്റഡ് അല്ല, അതെനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് നമുക്ക് നൈറ്റിൽ നോക്കാം. അത് കാണാതെ ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും സങ്കടമാവും. ഞങ്ങൾ സെക്കൻഡ് ലൊക്കേഷൻ ബാക്കിൽ കാണുന്നുണ്ടോ, അത് ഇറ്റ്സ് കോൾഡ് ആക്ച്വലി ട്രയംഫ് ഗേറ്റ്. അതെ അതെ, ഇത് ആക്ച്വലി നെപ്പോളിയൻ യുദ്ധങ്ങളിലെ വീരമൃത്യു വഹിച്ച സൈനികർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു മോണുമെന്റ് ആണ്. ഇതിന്റെ അടിയിൽ ആക്ച്വലി വീരമൃത്യു വഹിച്ച സൈനികർ, അതായത് അറിയില്ല അതാരാണെന്ന്, നെപ്പോളിയൻ കാലഘട്ടത്തിലുള്ള യുദ്ധങ്ങളിലൊക്കെ അജ്ഞാതരായിട്ടുള്ള സൈനികരുടെ ഗ്രേവ് യാർഡ് ഉണ്ട് ഇതിന്റെ ഡൗൺ പാർട്ടിൽ. സോ ഐ വിൽ ഷോ യു ദ വ്യൂ. സി ഒരു അല്ലേ പിന്നെ ബിൽഡിങ്സ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. അതിന്റെ ആ മോണുമെന്റിന്റെ ബാക്ക് സൈഡിലായിട്ടും നൈസ് ബിൽഡിങ്സ് ആണ്. ആർക്കിടെക്ചറും നൈസ് ആയിട്ടുണ്ട്. ഓൾഡ് ബിൽഡിങ്സ് ആണ് ഇവിടെ ഉള്ളത് മിക്കതും അല്ലേ. ആ ഒരു പാരീസിന്റെ പഴയ പ്രൗഢി ശരിക്കും കാണിക്കുന്ന. ഫുള്ള് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സ് ആണ് കേട്ടോ. അത് കണ്ടോ, ലൂയിസ് വിറ്റോന്റെ ഓഫീസ് കണ്ടോ, അതിൻ്റെ തൊട്ട് ചേർന്നിട്ട് തന്നെ പുതിയ ഓഫീസാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
ആണ് നമ്മുടെ ഒരു കറക്റ്റ് ഒരു ബാഗിൻ്റെ ഷേപ്പിലാണ് ഓഫീസ് ചെയ്തേക്കുന്നത്. ഇത് ഓൾഡ് കേട്ടോ, നാണ്ട ലൂയിസ് വിറ്റോൻ്റെ ഓൾഡ് ഓഫീസ്. ഒബ്വിയസ്ലി ലൂയിസ് വിറ്റോൺ പാരീസ് ആണല്ലോ ബിലോങ് ചെയ്യുന്നത്. അത് ഇത് മാത്രമല്ല കേട്ടോ, ബുൾഗാട്ടിയൊക്കെ ഉണ്ട്. ഇത് കണ്ടോ ബുൾഗാട്ടിയുടേത്, ഇതാ അവിടെ ആപ്പിളിൻ്റെത് കണ്ടോ, ആപ്പിള്. സോ വി ആർ ഹിയർ ഇൻ ലോറി. നമ്മുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല പാരീസിൽ ആ ഗ്ലാസ് പിരമിഡ് ഉള്ള. സോ ലോറി ആർക്കിടെക്ചർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയേക്കുക. ലുക്ക് അറ്റ് ദ വ്യൂ. ആക്ച്വലി ഇത് ആർക്കിടെക്ചറിന്റെ വ്യൂ ഉണ്ടോ, അങ്ങ് എൻഡ് വരെ. അതെ അതെ, നിങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ അറിയാൻ പറ്റും, അങ്ങ് എൻഡ് തൊട്ടിട്ട് അല്ലേ ഇത് അങ്ങ് വരെ. സി സെയിം അല്ലേ ആർക്കിടെക്ചർ, സെയിം ഡിസൈൻ. പക്ഷെ റോഡിനൊക്കെ കുറച്ചും കൂടെ വീതിയുണ്ട് സെൻട്രൽ അല്ലേ, ലണ്ടനിലേക്കാളും. സി ബാക്ക്ഗ്രൗണ്ടിൽ ഇറ്റ്സ് എൻ ഓൾഡ് hotel actually. It's called Hotel Regina, and in the opposite there is another park also. It's almost similar like London parks. ആൻഡ് ബെസ്റ്റ് പാർട്ട് കുറച്ച് സണ്ണി ആയിട്ടുണ്ട് അല്ലേ. സണ്ണി ആയിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ രസമായിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ വന്നപ്പം തൊട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ മഴയായിട്ട് കുറച്ച് ചടപ്പായിരുന്നു, പക്ഷേ ഇപ്പോൾ ഓക്കെ, സണ്ണി ആയപ്പോഴത്തേന് ഞങ്ങൾ ഹാപ്പി. ലുക്ക് അറ്റ് ദ വ്യൂ ഗായ്സ്. ഇവിടെ നോക്കുമ്പോൾ ഐഫിൽ ടവർ കാണാം. അതുപോലെ ദ ആർക്കിടെക്ചർ ഈസ് അമേസിങ്. ഞാൻ വന്നപ്പോൾ തൊട്ടിട്ട് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു, പക്ഷേ now I'm getting love with Paris. It's so nice, especially the building. And you see, I'll show you. Look at that actually. See how beautiful that Eiffel Tower is there. And also there is some other type of architecture, and also there is that pyramid that's coming. Anyway, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. So I'll show you that also. It's stunning and fabulous. I'm just getting love with Paris actually. വന്നപ്പോൾ തൊട്ടേ കുറച്ച് ഓക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഓക്കെ ആയി. സോ ഫൈനലി ഇതായിരുന്നു ഞങ്ങളുടെ മനസ്സിലെ പാരീസ് അല്ലേ. സോ we got that here. Yeah, see. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട്, എൻ്റെ കസിൻ ഇവിടെ ഉണ്ട് അല്ലേ. അവളെ കണ്ടിട്ട് 1.5 വർഷമായി ഇപ്പോൾ. സോ ഈവനിങ് അവൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്നുണ്ട് ഞങ്ങളെ കാണാൻ. അപ്പോൾ അതിനും എക്സൈറ്റഡാ. പിന്നെ അവൾക്കുള്ള നല്ല ഒറോട്ടിയും ചിക്കൻ കറിയും ഉമ്മ ഉണ്ടാക്കിയത് ബാഗിനകത്തുണ്ട്, അപ്പോൾ അത് അവൾക്ക് കൊടുക്കണം. ഞങ്ങളിതാ ഇവിടെ പ്രിസത്തിൻ്റെ അവിടെ എത്തി. യെസ്, ഐ ക്യാൻ സീ നൗ. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ വരുന്നുണ്ടോ ദ വ്യൂ? അവിടെയാണ് പ്രിസം. നമുക്ക് അങ്ങോട്ട് പോവാം. ഫസ്റ്റ് ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് പോവാം കേട്ടോ. ഭയങ്കര രസമുണ്ടല്ലേ ആർക്കിടെക്ചർ ഒരു രക്ഷയല്ലോ കേട്ടോ, ഭയങ്കര രസം. സി നമ്മുടെ പ്രിസം കണ്ടോ. ഇനി അങ്ങ് നമുക്ക് പോകണം. യാ, നമ്മുടെ ബാക്കിൽ കാണുന്ന ഈ ഗ്ലാസ് പിരമിഡ് നമ്മുടെ ഈജിപ്ഷ്യൻ പിരമിഡിനെ ഇൻസ്പയർ ചെയ്തിട്ട് ഗ്ലാസും മെറ്റൽസും ഒക്കെ യൂസ് ചെയ്ത് ബിൽഡ് ചെയ്തതാണ് കേട്ടോ. ഇത് ബിൽഡ് ചെയ്തതൊരു ചൈനീസ് അമേരിക്കൻ ആർക്കിടെക്റ്റാണ്. ഇതിൻ്റെ ഡൗണിലാണ് നമ്മുടെ ലോറി മ്യൂസിയം ഇതിൻ്റെ ഡൗൺ പാർട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇത് ബിൽഡ് ചെയ്ത ടൈമിൽ ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതായത് മ്യൂസിയത്തിൻ്റെ മുകളിലേക്ക് ഇത് മറിഞ്ഞു വിടാനുള്ള ചാൻസ് ഉണ്ട്, ലോറി മ്യൂസിയത്തിന് അത്രയും ഒരുപാട് ഡാമേജസ് സംഭവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്സ് ഒക്കെ ഇതിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ആഫ്റ്റർ സം ടൈം ഇതിപ്പോൾ എന്താ പറയുക, പാരീസിലെ വൺ ഓഫ് ദ മേജർ പാർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഐക്കോണിക് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഒരു വർത്ത് വ്യൂ എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ ഇപ്പോൾ.
സി ഈവൻ ഞാനൊരു 360 ഡിഗ്രിയിൽ കണ്ടു കഴിഞ്ഞാലും സി ഇവിടെ നിന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഗ്ലാസ് പിരമിഡ് എന്നാണെങ്കിൽ സി ലുക്ക് അറ്റ് ദ ബിൽഡിംഗ്, ലുക്ക് അറ്റ് ദ ആർക്കിടെക്ചർ ഇൻ ദ സറൗണ്ടിങ്. ഇറ്റ്സ് റിയലി വർത്ത്. ഭയങ്കര വലിയ ബോട്ടും നല്ല രസമുണ്ട് കാണാൻ. മോണ്ടിമാട്രിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഹാഫ് വേ എത്തിയിട്ടേ ഉള്ളൂ. ലൈക്ക് ഒരു ട്രക്ക് ചെയ്ത് മേലേക്ക് വരണം. കാണിച്ച് ആ വ്യൂ കാണാം നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം. ഞാൻ അത്രയും സ്റ്റെപ്സ് കയറിയിട്ട് ഇങ്ങനെ ഹൈറ്റിൽ വന്നു. ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോകണം. Look at the view. Actually, it's very beautiful. ഇൻസ്ട്രുമെന്റ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. രസമുണ്ട്, നല്ല രസമുണ്ട്. സോ നൈസ്. I just kept it very slow. But it's what's the next? നടക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. അല്ല, വേറെ ആരോ ആണ് മീഡിയനൊക്കെ വന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അയാൾ എന്തോ ഫേമസ് പൊസിഷൻ ആരോ ആണ് കണ്ടോ, ചാനലിൽ നിന്ന് വന്ന് എടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ സെൻറ്റ് മിഷേലിൽ എത്തി കേട്ടോ. സെൻറ്റ് മിഷേലിൽ വന്നു നോർത്ത് ഡാം കത്തീഡ്രൽ കാണാനായിട്ട്. സി ഇതാണ് നോർത്ത് ഡാം കത്തീഡ്രൽ. എല്ലാം ഒരുപോലെ ഇരിക്കുന്നല്ലേ? നമ്മൾ ലോറി മ്യൂസിയം പോയില്ലായിരുന്നു, അവിടെ കണ്ട ബിൽഡിംഗ് ഏകദേശം സെയിം പോലെ തന്നെയാണ്. അതെ അതെ അതെ. ദിസ് ക്രിപ്റ്റ് ആർക്കിയോളജിക്കൽ നോട്ട്ർ ഡാം. ഞങ്ങളുടെ ഐറ്റിനറിയിൽ ഓൾമോസ്റ്റ് ഞങ്ങൾ കവർ ചെയ്തു അല്ലേ? ഇനി രണ്ടുമൂന്ന് സ്ട്രീറ്റ് വാക്ക് ഇതൊക്കെ പറയുന്നുണ്ട്. ഇനി ഒരു ഈവനിങ് സ്ട്രീറ്റ് വാക്ക് ഒക്കെയാണ് ഞങ്ങളുടെ ഐറ്റിനറിയിൽ ഉള്ളത്. പിന്നെ ഞങ്ങൾ അതെ, പിന്നെ ഞങ്ങൾ ബാക്ക് ടു വീണ്ടും നമ്മുടെ ഐഫിൽ ടവർ. രാത്രി ഐഫിൽ ടവർ എങ്ങനെയുണ്ട് നമുക്ക് കാണണ്ടേ? സോ ഞാൻ അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. കുറച്ച് സൺസെറ്റ് ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോവാം. ഇവിടെ നമുക്ക് ഇങ്ങനെ റിവർ സൈഡിൽ കൂടെ ഇറങ്ങി താഴെ പോകാം കേട്ടോ. അവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നത് കാണിച്ചു തരട്ടെ. നമുക്കിങ്ങനെ സൈഡിലൊക്കെ പോയിട്ട് ഇതിന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം. ഇത് കത്തീഡ്രലിന്റെ ബാക്ക് സൈഡിലായിട്ട് കേട്ടോ. അല്ല, കത്തീഡ്രലിന്റെ സൈഡിൽ കൂടെയുള്ള ബാക്ക് സൈഡ് അല്ലേ? ഫ്രണ്ട്. അതെ അതെ, കത്തീഡ്രലിന്റെ ബാക്ക് സൈഡാണ്. ഫ്രണ്ട് അപ്പുറത്താണ് കേട്ടോ. ബാക്ക് സൈഡിലായിട്ട് സൈഡിൽ കൂടെയാണ് റിവർ പോകുന്നത്. ഭയങ്കര രസമുണ്ടല്ലേ? അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പെയിന്റിങ് ഒക്കെ ഉണ്ടോ? പെയിന്റിങ്സ്. Look at the paint, look at the artwork. Nice. Look at the canvas, it's so beautiful. ഇവിടെ
കത്തീഡ്രലിൽ മെയിൻ്റനൻസ് റീകൺസ്ട്രക്ഷൻ നടക്കുക. ഫ്രണ്ടിൽ കാണുന്നതും അല്ല, ബാക്കിൽ ഇതായിട്ടോ വ്യൂ. ടയേർഡായ ഷാനു? ടയേർഡായെന്ന് വെച്ചാൽ നടന്ന കാലം കുറച്ച് വേദനയുണ്ട്. ഞങ്ങൾ അതിൻ്റെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഞങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് കേട്ടോ, ഒരു പാരീസിനെ പറ്റിയിട്ട്. അപ്പോൾ അതിനകത്തൊക്കെ പാരീസിന് എന്തെങ്കിലും നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അങ്ങനെയല്ലേ പറയുക, ഭയങ്കരമായിട്ട് പാരീസിനെ പറ്റിയൊന്നും അങ്ങനെ പറഞ്ഞുള്ള വീഡിയോസൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ ബ്യൂട്ടിഫുൾ സിറ്റി, കൺസ്ട്രക്ഷനും ആർക്കിടെക്ചേഴ്സും ഒക്കെ ഒരു രക്ഷയില്ല. ഭയങ്കര ഇമ്പ്രസ് ചെയ്തു ഞങ്ങളെ. അതുപോലെ തന്നെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, ഹെൽപ്ഫുൾ അല്ല ആൾക്കാരെന്നൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അല്ലേ, നമുക്കിതുവരെ അങ്ങനെ ബാഡായിട്ട് ഒരു എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായില്ല. സോ ഫാർ സോ ഗുഡ്. ഭയങ്കര രസം അല്ല, ഒരിക്കലും കണ്ടിരിക്കേണ്ട ഒരു അല്ലേ. പിന്നെ ബോർഡ്സ് ഒക്കെ ഫുള്ള് ഫ്രഞ്ചിലായിരിക്കും ഉണ്ടാകുന്നത്, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. അതെ. പിന്നെ ഒരുപാട് പേര് പറഞ്ഞ സംഭവമുണ്ട് നമ്മുടെ, കാരണം ഇവിടെ ഇംഗ്ലീഷ് അധികം യൂസ് ചെയ്യില്ല. അത് യൂറോപ്യൻ കൺട്രീസ് എല്ലായിടത്തും അങ്ങനെ കേട്ടോ. ഞങ്ങൾ ട്രാവൽ ചെയ്ത മറ്റേ ബാക്കിയുള്ള കൺട്രീസൊക്കെ അങ്ങനെ തന്നെയാണ്. അവരുടെ ലാംഗ്വേജാണ് കൂടുതൽ യൂസ് ചെയ്തത്. അപ്പം നമ്മളത് ഗൂഗിൾ ലെൻസൊക്കെ യൂസ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് അല്ലേ, അപ്പോൾ കുറച്ച് ഫ്രണ്ട്ലി ആവും. അത് ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്താൽ മതി. ഗൂഗിൾ ലെൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈവായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അതെ. നമുക്കിപ്പം മെനൂസ് ആയാലും എന്താണെങ്കിലും നമ്മൾ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ട് അല്ലെങ്കിൽ നമുക്ക് ബോർഡ് നോക്കണമെങ്കിൽ ഒക്കെ നമ്മൾ ഗൂഗിൾ ലെൻസ് യൂസ് ചെയ്തിട്ട് കറണ്ട് ലൈവായിട്ട് നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് വലിയ കുഴപ്പമില്ല. ഭയങ്കര ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ രാവിലെ വന്നപ്പോൾ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ അതിനുശേഷം പാരീസ് എന്നെ ശരിക്കും എന്താ പറയുക ഇമ്പ്രസ് ചെയ്തു. അത് തന്നെ സത്യം. ഇനി ഐഫിൾ ടവറും കൂടെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ കണ്ടു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ്. ഇവിടെ വന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട കഫേന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സൊക്കെ സജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളിവിടെ കയറി വഫിൾസും ഷേക്കൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും കഴിച്ച് നോക്കി, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മസ്റ്റ് ട്രൈ ചെയ്യാനാണ്. വഫിൾസൊക്കെ നല്ല അടിപൊളി ഫ്രഷും അതായത് ഫ്രഷ്ലി ബേക്ക് ചെയ്ത് അപ്പം തരുന്നതാണ് കേട്ടോ എല്ലാം. ഞങ്ങളങ്ങനെ നൈറ്റ് വ്യൂ കാണാനായിട്ട് ഐഫിൾ ടവറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. പക്ഷെ ഞങ്ങൾ വെളിയിൽ കണ്ടോ, ഇതുവരെ മഴയില്ലായിരുന്നു. സന്ധ്യയായപ്പോൾ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭാഗ്യമില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ഞങ്ങൾ പോയി നോക്കട്ടെ അല്ലേ. നൈറ്റിലെ സുന്ദരിയായിട്ടുള്ള ഐഫിൾ ടവറിനെ കാണണ്ടേ. അടിപൊളി കേട്ടോ, സൂപ്പർ അല്ലേ. ഒരു അതെ, എവരി 1 അവറിൽ അതിൽ വേറൊരു ലൈറ്റിങ് വരും. എവരി 1 അവറിൽ വരും. എന്നിട്ട് 5 മിനിറ്റ്സ് അത് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് വീഡിയോ ഇല്ല, ജസ്റ്റ് ഒന്ന് കണ്ടു, അപ്പം അപ്പോഴേ ഓഫായി. അപ്പോൾ ഇനി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക, അത് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ കാണിക്കാം കേട്ടോ. Look at this. ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഇവിടെ ഐഫിൾ ടവറിന്റെ ഫ്രണ്ടിൽ മാരത്തോൺ നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ കണ്ടോ, ആൾക്കാരൊക്കെ ചിറപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്ത്. വീട് വരുന്നോ, ബാക്കി ടീംസ് വരുന്നുണ്ടോ.
അതെ, നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾ രാവിലെ മെട്രോയിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ ഇതിട്ടിട്ട് സൈഡിലെ ജാക്കറ്റിലല്ല ബെൽറ്റിൻ്റെ സൈഡിൽ ബോട്ടിൽ വെള്ളം ഇങ്ങനെ വെച്ചിട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ രാവിലെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ഈ ഫോട്ടോ എടുത്ത് കൊടുത്തായിരുന്നു. അതൊക്കെ ഇത് ഇവിടെ ട്രെയിൻ ചെയ്തതാണ്, രാവിലെ വന്നിട്ട് ഓടിയിട്ട് സെയിം ലൊക്കേഷനിൽ. അങ്ങനെ ഞങ്ങൾ ഐഫിൽ ടവറൊക്കെ കണ്ടു നിന്നപ്പോഴേക്കും നെസ്മ എത്തി കേട്ടോ, അവളുടെ ഫ്രണ്ടുമായിട്ട്. പക്ഷേ എടുത്ത എല്ലാ ഫുട്ടേജുകളും എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്തെ എനിക്ക് ഇതിൽ പരം വേറൊരു റിഗ്രറ്റ് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അടിപൊളി ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്ത് ഉമ്മിച്ച് തന്നിട്ട് ഒറോട്ടിയും ചിക്കൻ കറിയൊക്കെ അവൾക്ക് കൊടുത്ത് അവളും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ പാരീസിൽ വന്നിട്ട് അത്ര നല്ല അടിപൊളി ഫോട്ടോ ഒന്നും കിട്ടാത്ത. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മെയിൻ സ്പോട്ടുകൾ മിസ് ചെയ്തു എന്നുള്ളതാണ്. കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ നിന്ന് ഫോട്ടോ എടുത്താലാണ് നമുക്ക് കറക്റ്റ് ഐഫിൽ ടവറിൻ്റെ വ്യൂവും നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഒരു 1 ഡേ ട്രിപ്പ് ആയിരുന്നല്ലോ, അപ്പോൾ ഈ അബദ്ധം ബാക്കിയുള്ളവർക്ക് ആർക്കും പറ്റാതിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഐഫിൽ ടവർ കാണാൻ പോകുമ്പോൾ അവിടെ മാർക്ക് ചെയ്ത സ്പെസിഫിക് ആയിട്ടുള്ള ഫോട്ടോ സ്പോട്ടുകൾ ഉണ്ടാകും, അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളി, അതും കൂടുതലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ദൂരെ നിന്നുള്ള വ്യൂ ആയിരിക്കും കേട്ടോ, ഫോട്ടോയ്ക്ക് കുറച്ച് നന്നായിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.